ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ എത്ര ഗ്ലാസ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് നേരിയൊരു സേമിയ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സേമിയ ചേർക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിലേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടൈപ്പ് സേമിയ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ പാലൊക്കെ തിളച്ച് സേമിയൊക്കെ ഒരുവിധം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിൽക്ക് മെയ്ഡിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, ഫുള്ള് മിൽക്ക് മെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടിയല്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും അല്ലാത്ത ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അനാറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് ചേർക്കുന്നത് ചോപ്പ് ചെയ്ത ആപ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഈ സമയത്ത് തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. തണുപ്പൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. ഇതെല്ലാം തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നമുക്കിത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇഫ്താറിന് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്